സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ ഓക്കെ ഞാൻ പറ നമ്മുടെ ചാനൽ ഞാൻ ആർക്കൊക്കെയോ ടാറ്റ കൊടുക്കുന്നുണ്ട്. ഐ ഹോപ്പ് ഞാൻ ഈ വീഡിയോയിൽ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആയെന്ന്. അയ്യോ അവിടെ വീണ്, പക്ഷെ കുഴപ്പമില്ല എനിക്കും. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. വളരെ എണീറ്റിട്ടേ ഉള്ളൂ. ഞങ്ങളിന്ന് ആക്ച്വലി ഒരു ഡേ ഔട്ട് പ്ലാൻ ചെയ്യാണ്. ജാങ്കുട്ടിനെ ഒരു പുതിയ സ്ഥലത്ത് കൊണ്ടുപോകാനായിട്ട്. ഗുഡ് മോർണിംഗ് പറ. ഗുഡ് മോർണിംഗ്. ഉബ്ബ ഉബ്ബ അവർക്ക് ഉബ്ബ. ഗുഡ് മോർണിംഗ് പറ. ഗുഡ് മോർണിംഗ് പറയാറായില്ല. അത് പിക്കും പൂക്കുന്ന. അപ്പം ഞങ്ങൾ ഒന്ന് എണീറ്റ് ഗെറ്റ് റെഡി ആയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ഓക്കെ, താങ്ക് യു. ഞങ്ങൾ നേരെ ബ്രഷ് ചെയ്യാൻ വന്നു. അപ്പോൾ ബ്രഷ് ചെയ്യാൻ വരുമ്പോൾ ഞാൻ ജാങ്കുട്ടിനെ കയ്യിൽ തന്നെ പിടിച്ചിരിക്കുന്നുണ്ട് ഈയിടെയായിട്ട്. ബിക്കോസ് അവനെ ബ്രഷ് ചെയ്യിക്കുന്നത് അതൊന്ന് കണ്ട് ശീലിപ്പിക്കാനായിട്ട്. കാരണം ഇവന് ചെറിയൊരു ഫിംഗർ ബ്രഷ് ഉണ്ട്, അവന് 6 പല്ലുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ബ്രഷ് ചെയ്യിപ്പിക്കാൻ നോക്കുമ്പോൾ കുഞ്ഞ് സമ്മതിക്കില്ല. അപ്പോൾ ഞാനിങ്ങനെ ബ്രഷ് ചെയ്യുമ്പോൾ കൂടെ കൈ പിടിച്ചിട്ട് ലാസ്റ്റ് ഇങ്ങനെ കൈ കൊണ്ട് കാണിച്ചു കൊടുക്കും. പക്ഷേ ഇന്ന് അവൻ എൻ്റെ കൈ കടിച്ചു ഗൈസ്. ഞാൻ ജാനെ ഇപ്പോൾ താഴെ ഇറക്കി വിട്ടു. ബിക്കോസ് കുഞ്ഞിനെ ആ ചെയറിൽ ഇരുത്തി കഴിഞ്ഞാൽ അവൻ ഇരിക്കില്ല, അവൻ ഡിസ്ട്രെസ് ആവും. അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നവരെയും അവനെ ഇവിടെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. കിടന്ന് കളിച്ചോട്ടെ, എന്തെങ്കിലുമൊക്കെ വലിച്ചിടും, കുഴപ്പമില്ല, കളിച്ചോട്ടെ എന്ന് വിചാരിച്ചു. ആൾ തുടങ്ങി. പിന്നെ ഞാൻ ആ ചെയർ അങ്ങനെ എത്തിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ അപ്പുറത്ത് ബിന്നിരിപ്പുണ്ട്. അപ്പോൾ അവൻ ചെന്ന് ബിന്നെ വലിച്ചിടും അതിനകത്തുനിന്ന്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ചെയർ വെച്ചേക്കണേ. പക്ഷെ അതും അവൻ വലിച്ചിടും, കുഴപ്പമില്ല. ആളിങ്ങനെ നടപ്പുണ്ട്, എന്ത് തുടങ്ങണം, എവിടെ തുടങ്ങണമെന്ന് നോക്കിയിട്ട്. ജാങ്കുട്ടിൻ്റെ ഏറ്റവും ആദ്യത്തെ പരിപാടിയാണ് കിച്ചണിൽ കയറിയ ഈ സൈഡ് വന്ന് പാത്രങ്ങൾ വലിച്ചിടുക. അപ്പോൾ അവൻ ഓരോന്നോരോന്നായിട്ട് എടുത്തെടുത്തുള്ളൂ. എന്നിട്ട് ഇവിടത്തേക്ക് കളി കഴിഞ്ഞിട്ട് ആശാൻ ആ സൈഡ് പോകും. കുഞ്ഞ് അവിടെ കളിക്കുന്ന സമയം കൊണ്ട് ഞാൻ കരുതി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ജാങ്കുട്ടിൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങൾ റാഗിയാണ് സാധാരണ കൊടുക്കുന്നത്, റാഗി അല്ലെങ്കിൽ ഏത്തയ്ക്കപ്പൊടി. അതെ, ആ സമയത്ത് കണ്ടോ ഈ സൈഡ് വന്നിട്ട് അച്ഛൻ അടുത്തത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ആള്. ഇപ്പോൾ ജാങ്കുട്ടിൻ്റെ റാഗി ഏതാണ്ട് ആയി വരുന്നുണ്ട്. ഈ കൺസിസ്റ്റൻസിയിലാണ് നിൽക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കണ്ട് പേടിച്ചിട്ട് എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ നിൽപ്പുണ്ട്. ഓക്കെ ആയി ബ്രേക്ക്ഫാസ്റ്റ്. ഇനി ജാങ്കുട്ടിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ്. ജാങ്കുട്ടിന് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്യാൻ പോവാണ്. അവന് ഫുഡ് കഴിക്കാനും ഭയങ്കര മടിയാണ്, അതുപോലെ ആ ചെയറിൽ ഇരിക്കാനും. ഈ ചെയർ ഭയങ്കര മടിയാണ്. അപ്പം എന്തെങ്കിലും ഡിസ്ട്രാക്ട് ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കണം. ടോയ്സ് ഒന്നും ഇപ്പോൾ വർക്കൗട്ട് ആവണല്ലോ. ടോയ്സൊക്കെ ഒരു തറയിലിട്ടിട്ടുണ്ട്. അപ്പം എടുത്തി നോക്കാം. എന്തോ ഭാഗ്യത്തിന് ജാനിന്ന് തന്നെ അങ്ങിരുന്നു, ഇല്ലെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല കഥ. അങ്ങോട്ടും ഇങ്ങോട്ടും പിരിയും വലിയ കാല് കൊണ്ട് ചവിട്ടി നിൽക്കും. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇന്ന് പക്ഷേ ഈസി ആയിട്ട് കുഞ്ഞിരുന്നു. എന്നിട്ട് അവന് ബെൽറ്റ് ഇടണം, അത് രണ്ടാമത്തെ ടാസ്ക്കാണ്. അപ്പോൾ ബെൽറ്റ് ഇടാനായിട്ട് എന്തെങ്കിലും കയ്യിൽ കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ അവിടെ ഒരു പേപ്പർ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതെന്താണെന്ന് നോക്കാതെ എടുത്ത് കൊടുത്തു. പിന്നീട് എനിക്ക് നോക്കണമായിരുന്നു അത് എന്തെങ്കിലും ആവശ്യത്തിൻ്റെ ആണോ, എങ്കിൽ അത് മാറ്റി വെക്കാനായിരുന്നല്ലോ. ജാങ്കുട്ടൻ കുഞ്ഞല്ലേ, അവൻ കീറിക്കളഞ്ഞാലോ. അപ്പോൾ അത് നോക്കുമ്പോൾ എലബേബിയുടെ കുറച്ച് ഡ്രസ്സ് റിട്ടേൺ ചെയ്തതിൻ്റെ സ്ലിപ്സ് ആയിരുന്നു. അപ്പോൾ ഞാനത് തിരിച്ചെടുത്ത് വെച്ചു. ജോണിക്ക് അത് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നറിയില്ല. ഞങ്ങോട്ട് ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് പ്ലംബർ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ബോയിലർ വർക്ക് ആവുന്നുണ്ടായിരുന്നില്ല രാവിലെ മുതൽ. അപ്പോൾ സാധനം വിളിച്ച് പറഞ്ഞിട്ട് പ്ലംബർ അത് ഇത് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അതെ, ഞങ്ങളുടെ ഫൈറ്റ് തുടങ്ങി. ഈ ഫുഡ് കഴിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് കണ്ടോ, അപ്പുറത്തെ ആൾ നിൽപ്പുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ഇത് സ്റ്റോപ്പ് ചെയ്തിട്ട് നിർത്തി. ഇപ്പോൾ ഇയാൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവരെനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാണ് എന്താണ് സംഭവിച്ചതെന്ന്. അപ്പോൾ ഞാനത് വീഡിയോ എടുത്ത് വെക്കുകയാണ്. കാരണം സാധനം വരുമ്പോൾ എനിക്ക് കാണിച്ചു കൊടുക്കാൻ ഏതൊക്കെ പാർട്ടാണ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ എന്താ പറ്റിയെന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ റെഡിയായി പുറത്തോട്ട് ഇറങ്ങാൻ പോവാണ്. പുറത്ത് നല്ല കാറ്റുണ്ട്, ഭയങ്കര തണുപ്പുമാണ്. അപ്പം എനിക്ക്
നടന്നിട്ട് ഇവനെ ഹാൻഡിൽ ചെയ്ത് സംസാരിക്കാൻ പറ്റുമെന്ന് അറിയില്ല. തണുപ്പിൽ പുറത്ത് വണ്ടിയൊക്കെ പോകുന്ന അതാണ് ഈ ഒച്ച. അപ്പോൾ ഞങ്ങൾ പോകുന്നത് വേറൊരിടത്തുമല്ല, ഇവിടുത്തെ ലൈബ്രറിയിലാണ്. ലൈബ്രറിയിൽ എന്തിനാണ് ജാനിനെയും കൊണ്ട് പോകുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും. അവിടെ കുഞ്ഞുങ്ങൾക്കുള്ള സ്ഥലമുണ്ടല്ലേ, അവിടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള സെപ്പറേറ്റ് ഒരു സെക്ഷനുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരാവശ്യത്തിന് അവിടെ പോയപ്പോഴാണ് ഇത് നോട്ട് ചെയ്തത്. അപ്പോഴത്തേക്കും ഞാൻ ചെറുതായിരുന്നു, എങ്കിലും ഞങ്ങൾ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു. പക്ഷെ ഞാൻ അപ്പോൾ അതൊന്നും മനസ്സിലാക്കാനുള്ള പ്രായമായിട്ടില്ലായിരുന്നു, കുറച്ചുകൂടെ ചെറുതായിരുന്നു ഞാൻ. അപ്പോൾ ഇപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ അറിയാം, അവൻ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്, ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴേ വെറുതെ വീട്ടിലിരിക്കുകയല്ലേ എല്ലാ ദിവസവും, നമുക്ക് വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും കുഞ്ഞുങ്ങൾക്കില്ല, കളിക്കാനും നമ്മുടെ വീടും ഇതൊക്കെ ഉള്ളൂ. അപ്പോൾ ഒന്ന് പുറത്തിറങ്ങി അവൻ ലൈബ്രറിക്ക് ഒന്ന് കാണിച്ചിട്ട് എന്ന് വിചാരിച്ചു. കാണിച്ചിട്ടല്ല, അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം. എന്തൊക്കെയാണ് അവിടെ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാമല്ലോ. എനിക്കും ഫസ്റ്റ് ടൈമാണ്, ഞാൻ എങ്ങനെ അവിടെ ഉണ്ടായിരിക്കുമെന്ന് എനിക്കും അറിയില്ല. എങ്കിലും നമുക്ക് നോക്കാം. ഞാനും എക്സൈറ്റഡ് ആണ്. ജാനിന് ഇഷ്ടാവോ, ജാൻ അതിൽ ഇൻവോൾവ് ആവോ. അവിടെ അങ്ങനെ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ ബുക്സും ടോയ്സൊക്കെയാണ് ഉള്ളത്. അപ്പോൾ വേറെ ആരും വന്ന് നമ്മുടെ കാര്യത്തിൽ ഇൻ്റർഫിയർ ചെയ്യില്ല. അപ്പോൾ നമുക്ക് കുറച്ച് സമയം കുഞ്ഞുങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടുമല്ലോ. ലൈക്ക് ബുക്ക്, ഇവിടെ ടി വിയും വീടും മാത്രമല്ലല്ലോ. റെഡി അല്ലേ ജാൻ? ഉബ്ബ കൊടുക്ക. ഇറങ്ങുന്നതിന് മുമ്പ് ഞാനും ജാനുമായിട്ട് ഒരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചാണ്, പക്ഷെ നടന്നില്ല. ആൾ പുറത്ത് പോകാനായിട്ടുള്ള ആവശ്യത്തിലായിരുന്നു, അത് നടന്നില്ല. ഇതാണ് ഞങ്ങളുടെ ഫ്ലാറ്റ്. ജാനോടെ ഇരിപ്പുണ്ട്. ഇങ്ങനെയാണ് ഇവിടുത്തെ വീടുകളൊക്കെ, ഓരോരോ ഫ്ലാറ്റ്സ് ആണ്. വേണ്ട, ആക്ച്വലി ഒരു ഷോർട്ട് കട്ടാണ്. നമുക്ക് ഈ വഴിയും പോവാം, മെയിൻ റോഡ് വഴി പോവാം, അല്ലെങ്കിൽ നമ്മുടെ വീടിൽ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ട് പോകാൻ പറ്റും. ഞാനിത് ഷോർട്ട് കട്ടാണ്, കാരണം കഴിഞ്ഞ ദിവസം ഞാൻ പോയപ്പോൾ വഴി മാറിപ്പോയി. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് പണ്ട് ഞങ്ങളിവിടെ ആദ്യമായിട്ട് വരുമ്പോൾ ഈ നമ്പർ 18 ഉണ്ടല്ലേ, ഈ വലിയ ഡോർ തുറക്കുമ്പോൾ അവിടെ ഒരു അപ്പാർട്ട്മെൻ്റ് ഉണ്ട് മേളിൽ. അത് ആ മേളിൽ കാണുന്ന അത് അവിടെയായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്, ഫ്ലാറ്റ് നമ്പർ 2. അതൊരു 1 ബെഡ്റൂം ആയിരുന്നു, റൂം മാത്രമേ ഉള്ളൂ. നമുക്ക് കോമൺ കിച്ചണാണ്, എൻസ്യൂട്ട് ബെഡ്റൂം ആയിരുന്നു. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ടോയ്ലറ്റ് ഉണ്ടായിരുന്നു. ഞങ്ങളൊരു 6 മാസം അവിടെ ഉണ്ടായിരുന്നു, പിന്നെ അവിടെ നിന്ന് മാറി. എല്ലാം നോക്കി വരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര കാറ്റുണ്ട്, നല്ല തണുപ്പാണ്. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ജാനൊരു കുഴപ്പമില്ല, ജാനിന് തണുപ്പൊക്കെ ഒരു വിഷയമേ അല്ല. പക്ഷെ ജാനിന് തണുപ്പ് കൂടുതൽ തലയിലടിച്ചാൽ ജാൻ എന്തെങ്കിലും പ്രശ്നം വരും, ലൈക്ക് ജലദോഷവും കുഞ്ഞു പിള്ളേർക്ക് സാധാരണ വരുന്ന പോലെ. അതാണ് ഞാൻ അവന് ഫുൾ കവർ ചെയ്ത ക്യാപ്പ് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ വയനാട് ലൈബ്രറി എത്തി. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഞാൻ കാണിക്കാം. ആ കാണുന്ന ബിൽഡിംഗ് കണ്ടോ, ഇതാണ് വയനാട് ലൈബ്രറി. ചിലൊരു ചെറിയ ബിൽഡിംഗ് ആണെന്ന് തോന്നും, പക്ഷെ അകത്ത് നല്ല സ്പേഷ്യസ് ആണ്. പിന്നെ ഇത് ലൈബ്രറി മാത്രമല്ല, ഇവിടുത്തെ രജിസ്ട്രാറിൻ്റെ ഓഫീസും പബ്ലിക് ഹെൽത്തിൻ്റെ ഓഫീസൊക്കെ ഇതാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും രജിസ്ട്രേഷനൊക്കെ, ഇപ്പോൾ ജാൻകുട്ടൻ്റെ ബർത്ത് രജിസ്ട്രേഷനൊക്കെ ചെയ്തത് ഇവിടെ വന്നിട്ടായിരുന്നു. അപ്പോൾ ഞാൻ വന്നില്ല, അപ്പോൾ ഞാൻ ജാൻകുട്ടൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സാനു വന്ന് ചെയ്തത്. അപ്പോൾ സാനു പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈബ്രറിയിലാണ് പോയെന്നെ. അപ്പോൾ ഇവിടെയാണ്. അപ്പോൾ നമ്മൾ ലൈബ്രറി എത്തി. എനിക്കറിയില്ല ഇവർ വീഡിയോസൊക്കെ അലോ ചെയ്യുമോയെന്ന്, നമുക്ക് ചോദിച്ചു നോക്കാം. ഇവിടെ ഞാനൊന്നും എഴുതി വെച്ച് കണ്ടിട്ടില്ല, പക്ഷേ ലൈബ്രറി എന്ന് പറയുമ്പം സൈലൻസ് ആണല്ലോ മെയിൻ. അപ്പോൾ ഞാൻ ചോദിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ നോക്കാം. ഇതാണ് ലൈബ്രറി. ഇതിനകത്ത് കയറണം, എനിക്കറിയില്ല ഇതിനകത്ത് ചെയ്യുമെന്നുള്ളത്. അപ്പോൾ ഞാൻ കയറട്ടെ ആദ്യം. ഈ വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്യാം, ഈ സൈഡിൽ പാർക്ക് ചെയ്തിട്ട് ജാൻകുട്ടനെ പുറത്തേക്കാം. ജാൻകുട്ടൻ എല്ലായിടത്തും നോക്കുന്നുണ്ട് എക്സൈറ്റഡായിട്ട്.
ഞാൻ വിചാരിച്ച പോലെയേ അല്ല. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇതൊക്കെ കാണാനായിട്ട് ഞാൻ വണ്ടർ അടിച്ച് അങ്ങനെ നിൽക്കുമായിരുന്നു. പിന്നെ ഞാൻ കേറുമ്പോ തന്നെ അവിടുത്തെ സ്റ്റാഫിനോട് ചോദിച്ചായിരുന്നു വീഡിയോ എടുക്കട്ടെ എന്ന്. വീഡിയോ എടുക്കാൻ അലൗഡ് ആണോന്ന്. അവര് പറഞ്ഞു ഒരു പ്രോബ്ലവും ഇല്ല. വീഡിയോ എടുത്തോളാൻ പറഞ്ഞു. അവര് പറഞ്ഞു വീഡിയോ എടുത്തേ പറ്റത്തുള്ളൂ. കാരണം നിങ്ങളുടെ ലിറ്റിൽ വണ്ണിന്റെ മെമ്മറീസ് ആണ് ഇതൊക്കെ. അപ്പോ യു മസ്റ്റ് ഡു ഇറ്റ് എന്നാണ് അവര് പറഞ്ഞത്. അപ്പം അതെനിക്ക് ഭയങ്കര സന്തോഷായി. അന്നപ്പോ പിന്നെ വീഡിയോ അങ്ങ് വാരിക്കോരി ഞാൻ എടുത്തു. ദേ ഈ ഒരു ക്യാബിൻ കണ്ടോ? അത് കുഞ്ഞുകുട്ടികൾക്ക് ഇരിക്കാനും അവിടെ ഒരു പ്ലേ സ്റ്റേഷൻ പോലെയാണ്. പക്ഷെ ഞാൻ ആദ്യം കൊണ്ട് അവിടെ എത്തിയപ്പോഴത്തേക്കും ഞാൻ കുറച്ച് നെർവസ് ആയിരുന്നു. ബിക്കോസ് ആ ടൈഗറിനെയൊക്കെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവൻ അവിടുന്ന് പുറത്തിറങ്ങണം. അവിടെ ഫോട്ടോ എടുക്കാൻ ഭയങ്കര നല്ലതായിരുന്നു. പക്ഷേ ഇച്ചിരി സമയം ഇരുന്നിട്ട് ഞാൻ ഇറങ്ങി. ഞാൻ ഭയങ്കര ബുക്കൊക്കെ എടുക്കാനുള്ള തിരക്കിലായിരുന്നു. അപ്പോൾ റാക്കിൽ ചെന്ന് ബുക്ക് എടുക്കുക, അതുകൊണ്ടൊന്ന് വായിക്കാൻ പറ്റില്ലല്ലോ, അത് ഞാൻ പറയേണ്ട കാര്യമില്ല. അവനെടുത്ത് ഓരോന്ന് നോക്കുന്നുണ്ട്. എന്താണ് അവൻ്റെ മനസ്സിലുള്ളതെന്ന് എനിക്കറിയില്ല. അങ്ങനെ ദേ ഇവിടെ അമ്മച്ചിമാരൊക്കെ വന്ന് ഇവിടെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ പറ്റും, നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആവശ്യമുള്ളവരും ഇവിടെ വരാൻ പറ്റും. നമുക്ക് ചെറിയ പൈസയ്ക്ക് ഇവിടെ നിന്ന് പ്രിൻ്റൊക്കെ കിട്ടും. ഞാൻ വീണ്ടും കാര്യങ്ങൾ ആൾ ഭയങ്കര പ്ലേഫുള്ളായിട്ട് നടക്കുവാണ്. എനിക്ക് ഭയങ്കര സന്തോഷമായി ജാനത് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ. ചാങ്കോട്ടൻ ഭയങ്കര ബിസിയായിട്ട് ഓരോ ബുക്സ് എടുക്കുന്നു, വെക്കുന്നു, നിലത്തിടുന്നു, തിരിച്ചെടുത്ത് വെക്കുന്നുണ്ട്. ഇപ്പോൾ അവിടെ ഉണ്ട്. എനിക്ക് പേടിയായിരുന്നു ഇവനെ ആരെങ്കിലും ചെന്ന് ഡിസ്റ്റർബ് ചെയ്യുമോ. അപ്പോൾ ഇവിടം വരെ വന്നപ്പോൾ ഞാൻ ഒന്ന് പേടിച്ചു. പക്ഷെ അവൻ തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് ഞാൻ വീണ്ടും ഒന്നുകൂടെ ഇവനെ അതിനകത്ത് ഇരുത്താനായിട്ട് ട്രൈ ചെയ്തു. ആളിപ്പോൾ ഓക്കെ ആയി. കുറച്ച് ടോയ്സൊക്കെ അതിനകത്തുള്ള ടോയ്സൊക്കെ കൊടുത്തു. കുറച്ചുകൂടെ സെൻസറി ആയിട്ടുള്ള ടോയ്സാണ്, നമുക്ക് ടച്ചിൻ്റെ ഇതൊക്കെ അറിയാൻ പറ്റും. പിന്നെ അവിടെ ഇരുന്ന് മടുത്തപ്പോൾ അതെ തന്നെ വലിഞ്ഞിറങ്ങുന്നതാണ്. ഇറങ്ങി ആളുടെ വഴിക്ക് പോയി. കുറച്ച് മറിച്ചിട്ടുണ്ട്, ഞാനത് തിരിച്ചെടുത്ത് വെക്കാം. ഇവൻ വലിച്ചിരുന്നൊക്കെ മറിച്ച് വെക്കലാണ് ഇന്നത്തെ എൻ്റെ പണി. പക്ഷെ അങ്ങനെ ഒന്നും കുഞ്ഞ് നശിപ്പിച്ചൊന്നുമില്ല, ഒന്നും കീറിയൊന്നുമില്ല. അവൻ്റെ അടുത്ത് താഴെ ഇടും. അങ്ങനെ ഈ സെക്ഷൻ കണ്ടോ, ഇതിൽ CDs ഒക്കെ ഉണ്ട്. ഞാനിപ്പോഴാണ് നോട്ടീസ് ചെയ്തത്. ഇത് പല പല സെക്ഷൻസ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ക്രിയേറ്റ്, ഇമാജിൻ, അങ്ങനെയൊക്കെ. അപ്പോൾ ഈ ഓരോ സെക്ഷൻ്റെ താഴെയും അതിന് ആ ഗ്രൂപ്പിൽ വരുന്ന ബുക്സാണ്, കൈൻഡ് ഓഫ് ബുക്സാണ് ഇവർ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ ക്രിയേറ്റിൻ്റെ അവിടെ നമുക്ക് കുക്കിങ്ങിൻ്റെ ബുക്സ് ഉണ്ട്, മഡ് ക്ലേ, ബേക്കിങ്ങിൻ്റെ, കുഞ്ഞുങ്ങളുടെ സിനിമ, അങ്ങനത്തെ ഇതൊക്കെ. ക്രിയേറ്റിവിറ്റിയുടെ അവിടെ, ഇമാജിൻ്റെ അവിടെ ഹ്യൂമൻ ബോഡി, അതൊക്കെയാണ് ഞാൻ കണ്ടത്. അങ്ങനെ ആ സമയം കൊണ്ട് ആളിതേ ഓടി ഇവിടെ എത്തി. ഇവിടെയാണ് വലിയ ആൾക്കാർ, അഡൽട്ടിൻ്റെ മീൻസ് ഗ്രോണപ്പ് ആയവർക്കുള്ള സെക്ഷൻ. അപ്പോൾ ഓരോരുത്തർ അവിടെ നിന്ന് ബുക്ക് വായിക്കുന്നുണ്ട്. ഇടയ്ക്ക് ജാങ്കുട്ടനെ നോക്കുന്നുണ്ട്, സ്മൈൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ അവനെ എടുത്തിട്ട് വന്ന് അവർക്ക് ഡിസ്റ്റർബ് ആകണ്ടെന്ന് വെച്ചിട്ട്. അപ്പോൾ ഇവിടെ ആൾ നേരത്തെ ഈ ഒരു ഏരിയയിൽ വന്നായിരുന്നു. അപ്പോൾ ഞാൻ അവനെ തിരിച്ചു വിട്ടു. പക്ഷെ ഞാൻ പാവം തോന്നിയിട്ട് വീണ്ടും കൊണ്ടിരുത്തി ഒരു പെന്നൊക്കെ കൊടുത്ത് നോക്കി, ചെറിയ പെൻസിലൊക്കെ എടുത്ത് കൊടുത്ത് നോക്കി. ആൾക്കറിയില്ലല്ലോ. കുറച്ച് സമയം വെച്ചിട്ട് അത് വീണ്ടും ഇറങ്ങി പണി തുടങ്ങി. ഇത് ഇനി ഇപ്പറയുള്ള സെക്ഷൻ. ഇവിടെയും കുറച്ചധികം ബുക്സ് ഉണ്ട്. ഇത് ഞാൻ അവിടെ കണ്ട ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ബോർഡാണിത്. ഇത് കണ്ടോ, കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ അവർ കട്ട് ചെയ്ത് വെക്കും. ഈ കുഞ്ഞുങ്ങൾ കൊണ്ടുവരുന്നതാണ്. കുഞ്ഞുങ്ങൾ കട്ട് ചെയ്ത് കൊണ്ടുവരുന്നതൊക്കെ ഇവർ ലൈബ്രറിയിൽ തന്നെ ഇവിടെ കൊണ്ട് സ്റ്റിക്ക് ചെയ്യും. ഇവിടെയൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടില്ലേ. പിന്നെ അടുത്തൊരു അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഞാൻ കണ്ടാണ്. ഇത് ഓരോ കളർ ചെയ്തിട്ട്, ഓരോ കുട്ടികൾ കളർ ചെയ്തിട്ട് അവിടെ അങ്ങനെ വച്ചിരിക്കുന്നതാണ്. ഓരോരുത്തരും സ്റ്റിക്ക് ചെയ്ത് പോകും. ഇവിടെ നിന്ന് തന്നെ കളർ ചെയ്യാറുണ്ട്. ജാൻ്റെ വീണ്ടും പഴയതുപോലെ അവിടെ തന്നെ ഉണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 40 minutes ആയി. അപ്പോൾ ഞാൻ വിചാരിച്ചു തിരിച്ചു പോകാം. പോയിട്ട് കുറച്ച് പണിയുണ്ട്. അപ്പോൾ ഞങ്ങൾ തിരിച്ചിറങ്ങുന്നതാണ്. താങ്ക് യു. അപ്പോൾ ഞങ്ങളിത് ഇറങ്ങി.
ഹലോ ഗൈസ്, വിചാരിച്ച പോലെയല്ല. ഞാൻ ഭയങ്കര നല്ല കുട്ടിയായിട്ട് അവൻ കളിച്ചു ഒത്തിരി. അവൻ ഭയങ്കര എൻ്റർടൈൻഡ് ആയിരുന്നു, അവൻ എൻഗേജ്ഡ് ആയിരുന്നു. ആക്ച്വലി ഞാൻ വിചാരിച്ചു, എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു അവൻ കരയോ അവിടെ ബഹളം ഉണ്ടാക്കുമോ. പക്ഷെ അങ്ങനെ ഒന്നും ചെയ്തില്ല. അവൻ ഓരോ കാര്യവും ഇങ്ങനെ നോക്കി അവൻ ഭയങ്കര എൻഗേജ്ഡ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഞങ്ങളൊരു 40 മിനിറ്റ്സ് അതിനകത്ത് സ്പെൻഡ് ചെയ്തു. പിന്നെ ഞാൻ കൊണ്ടുവന്നു അവന്. സ്നാക്കിൻ്റെയൊക്കെ ടൈമായി. അപ്പോൾ എനിക്കൊന്ന് ഷോപ്പിൽ പോകണം. ഒന്നുമില്ല, കുറച്ച് വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങണം. അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ പോയി ജാങ്കുട്ടന് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണം. പിന്നെ കുക്കിംഗ് ആക്ച്വലി എനിക്കില്ല. ഞാൻ ഇന്നലെ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇന്ന് പുറത്തിറങ്ങുന്നതുകൊണ്ട് നമുക്ക് കുക്ക് ചെയ്തിട്ട് തന്നാൽ ജാങ്കുട്ടനെയും കൊണ്ട് കുക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുറേ ടൈം എടുക്കും. അപ്പോൾ നമുക്ക് പുറത്ത് വരുന്നത് തന്നെ നടക്കില്ല. പിന്നെ ഇവിടുത്തെ വെതറാണെങ്കിൽ നമുക്ക് വിശ്വസിക്കാനേ പറ്റില്ല. ഇപ്പോൾ ഭയങ്കര സണ്ണിയാണ്, ഇപ്പോൾ ഭയങ്കര ബ്രൈറ്റാണ് വെതർ, നല്ല വെതറാണ്. എനിക്ക് ചിലപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് മഴ പെയ്യുമായിരിക്കും, അല്ലെങ്കിൽ കാറ്റാവുമായിരിക്കും, എന്തെങ്കിലും സംഭവിക്കുമായിരിക്കും. അപ്പോൾ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെയൊക്കെ ക്രിസ്മസ് തുടങ്ങിക്കഴിഞ്ഞു ആക്ച്വലി. ഓക്കെ, അയ്യോ കാണിക്കാൻ പറ്റുന്നില്ല. ചേതന കാണിക്കണ്ടേ. അവർ ആ ട്രീയിൽ ബലൂൺസൊക്കെ ഇട്ടേക്കുന്നുണ്ടോ അങ്ങനെ. ഓക്കെ, വീഡിയോ എടുക്കുമ്പോഴേ ഒരാൾ കയറുന്നത് ഞാൻ ആസ്വദിക്കുകയായിരുന്നു. ഞാൻ ആർക്കൊക്കെയോ ടാറ്റ കൊടുക്കുന്നുണ്ട്. ജാൻജു ഹായ്. ചിലർക്ക് ആക്ച്വലി എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര വിയേർഡായിട്ട് ഫീൽ ചെയ്യുന്നു. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഈ ക്യാമറയും കൊണ്ട് ഇങ്ങനെ നടക്കുന്നത്. ഞാൻ ഇങ്ങനെ നടന്നിട്ടില്ല. അപ്പം ചിലർ നോക്കും, ചിലർ നോക്കില്ല. നോക്കിയാൽ അവർ അങ്ങനെയൊന്നും ജഡ്ജ് ചെയ്യാൻ നോക്കുന്നില്ല. ഇവിടുത്തെ ആൾക്കാർ പൊതുവെ അങ്ങനെയാണ്. ആരുടെയും കാര്യത്തിൽ അങ്ങനെ തലയിടില്ല. നമുക്ക് എന്ത് വേണോ ചെയ്യാം. ഇത് കണ്ടില്ലേ, ഇവർ ക്രിസ്മസിന് ഓൾറെഡി പ്രിപ്പയർഡ് ആയി. എല്ലാ കാര്യങ്ങളൊക്കെ ക്രിസ്മസിൻ്റെ പ്രിപ്പറേഷനൊക്കെ ആയി കഴിഞ്ഞു. പിന്നെ ആ സമയത്ത് ജാൻ്റെ തൊപ്പിയൊക്കെ വലിച്ചൂരി തിരിച്ച് വെക്കാനുള്ള തത്രപ്പാടിലായിരുന്നു. പക്ഷെ ഞാൻ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും അവനത് സ്റ്റോപ്പ് ചെയ്ത് വേറെ എന്തോ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ ബില്ലിത്തെറ്റ് ഇവിടുന്ന് ഇറങ്ങുകയാണ്. നമ്മുടെ വീട്ടിലോട്ട് പോകുന്നു. നല്ലൊരു വ്യൂ ഉണ്ടോ. നമ്മുടെ വീടെത്തി. ക്രോസ് ചെയ്യണം. ഹലോ. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. എനിക്ക് ശരിക്കും ഇന്ന് ലൈബ്രറിയിൽ പോയത് ഏറ്റവും വർത്തായിട്ടേ തോന്നിയുള്ളൂ. ബിക്കോസ് കുഞ്ഞുങ്ങൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ അവർക്ക് കളിക്കാനൊക്കെ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളും നമ്മൾ പുറത്തൊക്കെ കൊണ്ടുപോകും അവരെ. പക്ഷേ ഇവിടെ അങ്ങനെ ഒന്നുമില്ല. നമ്മുടെ ഒരു ഭയങ്കര ന്യൂക്ലിയർ ഫാമിലി ആണെങ്കിൽ പോലും, നാട്ടിൽ ന്യൂക്ലിയർ ഫാമിലി ആണെങ്കിൽ പോലും നമുക്ക് ഇടയ്ക്ക് റിലേറ്റീവ്സിൻ്റെ അടുത്തോ പുറത്ത് മുറ്റത്തൊക്കെ ഇറക്കി കുഞ്ഞുങ്ങൾ കളിക്കാൻ പറ്റും. ഒരാൾ അവിടെ നോക്കി നിൽക്കുവാണേ. അപ്പോൾ ഇന്ന് ചാണ്ടിട്ടും പോയിട്ട് അവിടെ ഒത്തിരി അവന് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ വീഡിയോയിൽ കണ്ടില്ലേ, അവന് ഒരു സെക്കൻഡ് പോലും അവന് വെറുതെ അവിടെ ഇരുന്നില്ല. അവന് മടുപ്പ് തോന്നിയിട്ട് എനിക്ക് തോന്നിയില്ല. അവൻ ഫുൾ എൻഗേജ്ഡ് ആയിരുന്നു. അവന് വായിക്കാനൊന്നും അറിയണ്ട. അവിടെ വായിക്കാനും മാത്രമല്ല പോകുന്നത്, കുഞ്ഞു കുട്ടികൾ തൊട്ട് നമുക്ക് പോവാം. അപ്പം ഇത് കാണുന്ന എൻ്റെ ഇവിടുത്തെ ഫ്രണ്ട്സ് നാട്ടിലായാലും എവിടെ ആയാലും ലൈബ്രറീസൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കുഞ്ഞുങ്ങളുടെ സെഷൻ ഉണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ കൊണ്ടുപോയി കുഞ്ഞുങ്ങളെ ഇപ്പോഴേ ഒന്ന് നമ്മൾ പരിചയപ്പെടുത്തിയാൽ അല്ലെങ്കിൽ അത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഈ TV അങ്ങനത്തെ ഇതൊക്കെ ആയിട്ട് TV മാത്രമായിട്ട് പോകും. ഞങ്ങൾ ഇനിയെങ്കിലും സ്ക്രീൻ ടൈം കുറയ്ക്കണമെന്ന് പറഞ്ഞാലും അത് പ്രാക്ടിക്കലി ഭയങ്കര ഇമ്പോസിബിളാണ്. കാരണം കുഞ്ഞുങ്ങൾക്ക് ഇവിടെ വേറൊരു ഡിസ്ട്രാക്ഷൻ ഇല്ല. അപ്പോൾ അവർക്കറിയാം നമ്മൾ കുറച്ച് സമയമെങ്കിലും TV വെച്ച് കൊടുക്കും. ഞങ്ങളിവിടെ മാക്സിമം
അവർക്ക് ടി വി വെക്കാറില്ല. ജാങ്കുട്ടൻ കഴിക്കാനായിട്ട് ഒത്തിരി നിർബന്ധം പിടിക്കുമ്പോഴാണ് വെക്കുന്നത്. അതും ഞങ്ങൾ കുറച്ച് കൊണ്ടുവരണം, കാരണം അതൊത്തിരി പിന്നെ അത് ശീലമായി പോവും എന്നുള്ളതറിയാം. അപ്പം കൂടുതൽ പറഞ്ഞൊന്നും മടുപ്പിക്കുന്നില്ല. നല്ലൊരു ദിവസമായിരുന്നു. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. എനിക്കറിയാം അതിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഈ ബാക്ക്ഗ്രൗണ്ടിൽ സാധനം ജാനാണ്. ജാൻ സംസാരിക്കുകയാണ്. ജാൻ എന്താ പറയണ്ടേ? ജാൻ അതെ, മമ്മിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ ഓക്കെ ജാൻ പറ, മമ്മിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പറയില്ലേ? അപ്പോൾ ശരി ഗൈസ്, ഐ ഹോപ്പ് ഞാൻ ഈ വീഡിയോയിൽ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആയെന്ന്. അവിടെ വീണ്, പക്ഷെ കുഴപ്പമില്ല, എനിക്ക് ഇമ്പ്രൂവ് ആയെന്ന് തോന്നുന്നു. ആൻഡ് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയുക. എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യാൻ, ആക്ച്വലി എനിക്ക് ക്ലോസ് ആയിട്ടുള്ളവർക്ക് മാത്രമേ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ കഴിഞ്ഞ പ്രാവശ്യത്തെ. കാരണം നല്ലൊരു വീഡിയോ ഇടാതെ ചുമ്മാ പബ്ലിസിറ്റിക്ക് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. പബ്ലിസിറ്റി നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പം എനിക്ക് ക്ലോസ് ആയിട്ടുള്ളവർക്ക് മാത്രമേ അയച്ചിട്ടുള്ളൂ. എങ്കിലും അവർ ജെന്യുവനായിട്ട് എന്നോട് പറഞ്ഞു കാര്യങ്ങൾ. സൗണ്ടിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു, എനിക്കറിയാം സൗണ്ടിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വീണ്ടും അതെടുക്കാനുള്ള ഒരു ക്ഷമയോ ഇവിടുത്തെ സമയവും ജാങ്കുട്ടനെ വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഓക്കെ, ഐ ഹോപ്പ് ഞാൻ ഈ വീഡിയോയിൽ ഇമ്പ്രൂവ് ചെയ്തു. അപ്പോൾ താങ്ക് യു സോ മച്ച്. അണ്ടിൽ നെക്സ്റ്റ് ടൈം, ബൈ.